ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കിഴി മച്ചാന്മാരെ ഏറിയെന്ന് പതുക്കെ താഴോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഇവരുടെ കിഴി എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്താറുണ്ട്. അതായത് പുതിയ സിനിമകളുടെ അപ്ഡേഷനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്രിസ്മസിന് മുമ്പ് റിലീസ് ചെയ്ത മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമ, ആ സിനിമ കണ്ടിട്ട് മോശം റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ള രണ്ട് മരവാണങ്ങളാണ് ഈ കിഴി മച്ചാന്മാർ. അന്ന് ഇമാർ ഏറി കയറിയതാണ്. പിന്നെ പതുക്കെ മമ്മൂട്ടിയുടെ സിനിമയുടെ കളക്ഷനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് താഴോട്ട് വരുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ സിനിമ ആസ്വാദകരുടെ ഇടയിൽ ഇവന്മാർക്കുള്ളൊരു നിലവാരം, അല്ലെങ്കിൽ ഇവന്മാർക്ക് സിനിമയിലുള്ളൊരു നോളജ് എന്താണ് എന്നുള്ളത് നമ്മൾ ഇവന്മാരുടെ കമൻറ്റ് ബോക്സിൽ പോയി കഴിഞ്ഞ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരുപാട് സിനിമകളുടെ അപ്ഡേഷൻ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ 2-3 സിനിമകളുടെ അപ്ഡേഷൻ കൂടി ഇങ്ങനെ പറഞ്ഞു പോയായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ റിയാക്ഷനുമായിട്ടാണ് ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം കളങ്കാവൽ എന്ന സിനിമ നെഗറ്റീവ് അടിച്ച ഇവന്മാർ ഇപ്പോൾ മമ്മൂക്കയുടെ സിനിമയുടെ കളക്ഷനെ കുറിച്ചിട്ടൊക്കെ ഓൾറെഡി ഒരു റിപ്പോർട്ട് വരും. 4 ദിവസം കൊണ്ട് മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമ 50 കോടി ക്ലബിൽ കയറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇങ്ങനെ തട്ടിവിട്ടായിരുന്നു. അതായത് മലയാള സിനിമാ പ്രേക്ഷകർ ഒരു സിനിമയെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ സിനിമ വലിയൊരു വിജയമാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് 24 ദിവസം കൊണ്ട് ഈ സിനിമ 83 കോടി ക്ലബിലെത്തിയിരിക്കുന്നത്. വെറും 20 കോടി താഴെ എടുത്തിട്ടുള്ള ഒരു സിനിമ ഇത്രയും വലിയൊരു വിജയം നേടണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിവ്യൂക്ക് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ റിവ്യൂവിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമാ നടന്മാരടക്കം അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാം വന്നിട്ട് ഈ റിവ്യൂസിനെ കുറിച്ചിട്ടാണല്ലോ കുറ്റം പറയുന്നത്. ചില സിനിമകൾ നല്ല സിനിമ വരുമ്പോഴത്തേക്ക് അത് റിവ്യൂ പറയുമ്പം അത് ഭയങ്കര രീതിയിൽ വിജയിക്കുന്നതുകൊണ്ട് റിവ്യൂ ഒക്കെ നല്ലതാവും. എന്നാൽ മോശം സിനിമകൾക്ക് ആ ഒരു നിലവാരത്തിലുള്ള റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ റിവ്യൂ മൊത്തം ഈ സിനിമയ്ക്ക് എതിരാണ് എന്ന് പറയുന്ന ചില ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. എന്തായാലും നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് കിഴി മച്ചാന്മാരുടെ ഒരു പുതിയ വീഡിയോ അത് നമുക്കൊന്ന് കണ്ടിട്ട് 2-3 കാര്യം കൊണ്ടെന്ന് പറയാം. മമ്മൂക്ക, ഖാലിദ് റഹ്മാൻ, ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് സിനിമയിൽ വില്ലൻ. ഈ പേര് ഞാൻ പറയില്ല, പേടിയാ. നീ പറഞ്ഞു ഡോളി ആയിരിക്കുമോ എന്നുള്ള ചർച്ച. അതിന് കാരണം ഷെരീഫ് മുഹമ്മദ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതായത് ഡോളിയുടെ പിക്ചർ വെച്ചിട്ടാണ് അത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പലരും സംശയിച്ചു, ഡോളി എങ്ങാനും വില്ലനായിട്ട് കൊണ്ടുവരുമോ നമുക്കൊക്കെ, എമ്പുരാനിൽ നഷ്ടപ്പെട്ടത് ഇവിടെ സംഭവിക്കുന്നു. പക്ഷെ അതൊക്കെ വേറൊരു മിഥ്യാധാരണയായിരുന്നു. ജസ്റ്റ് സ്റ്റോറി അത്രേ ഉള്ളൂ, അല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് വെച്ച് ആരും മനക്കോട്ട കെട്ടണ്ട. ആ കെട്ടിയതൊക്കെ അയച്ചോ. തുടക്കം സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എറണാകുളത്ത് ഷൂട്ട് നടക്കുന്നുണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ ലാലേട്ടൻ തുടക്കത്തിൽ ജോയിൻ ചെയ്തു. അല്ല, ആദ്യം ഒന്നും ജോയിൻ ചെയ്തല്ലായിരുന്നു ആള്. അത് വിസിറ്റ് ചെയ്തതാ. ലൊക്കേഷൻ വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പം ആള് ജോയിൻ ചെയ്തു. കൊള്ളാം. അടുത്തത് കത്തനാർ. ലാലേട്ടൻ സിനിമയിലെ ലാലേട്ടന്റെ കാമിയോ കൺഫേം ആയിട്ടുണ്ട് കേട്ടോ. ജനുവരി 1st വീക്ക് ആളെ പോർഷൻ ഷൂട്ട് നടക്കും. പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു കേട്ടോ. അത് ഗോകുലം ഇതുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്. എന്തായാലും ക്യാരക്ടർ നല്ലതായാൽ മതിയായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നല്ല സിനിമയായിരിക്കും ആ ഒരു പ്രതീക്ഷയിലാണ്. ഇതുപോലത്തെ പരിപാടി ആയിരിക്കും. സത്യം, അതൊരു സത്യം. എന്തായാലും കാണാം. ആൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതായത് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും ഇപ്പം ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ജനുവരി തുടങ്ങും. മേ ബി എന്താണ് അടുപ്പിച്ച് ലാലേട്ടൻ്റെ ഒരു ദിവസത്തെ ഷൂട്ടും കൂടി ബാക്കി ഉണ്ടാവുന്നതാണ് കേൾക്കുന്നത്. ആ ഒരു ദിവസം ഇനി വേറെ ദിവസങ്ങളിൽ തീരുമാനിക്കും. അത് അറിയാലോ, വരാനുണ്ട്. ഓക്കെ, പിന്നെ മിഥുൻ ചക്രവർത്തി ആളാണ് ഇതിൽ വില്ലനായി വരുന്നത്. ആള് കൺഫേം ചെയ്തിട്ടുണ്ട് ആൾ ഇതിലുണ്ട് എന്നുള്ളത്. ആൾ വില്ലനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ആളുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തു. അപ്പോൾ കത്തനാർ സിനിമ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അല്ലേ. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷത്തിനടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു ജയസൂര്യയുടെ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ട്. അപ്പോൾ കത്തനാർ സിനിമ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. 3D ചിത്രമാണ്. അപ്പം ഈ സിനിമയിലും ക്യാമിയോ റോളിൽ നമ്മുടെ ലാലേട്ടൻ എത്തുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. ഗോകുലം മൂവീസാണ് സിനിമ എടുക്കുന്നത്. ജയിലർ എന്ന സിനിമയിലും ലാലേട്ടൻ ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. ജയിലർ 1ലും ലാലേട്ടൻ എത്തിയിരുന്നു. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം പുള്ളി ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൻ്റെ ക്യാമിയോ റോളിൽ എത്താൻ പോകുന്ന ഒരുപിടി പുതിയ സിനിമകളാണ് 2026 ജനുവരിയിലേക്ക് എത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മമ്മൂക്ക, ഖാലിദ് റഹ്മാൻ ടീമിൻ്റെ പുതിയ സിനിമ ആ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. കിഴി മച്ചാന്മാർ നൈസായിട്ട് ഇപ്പം വീഡിയോകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം അന്ന് കിട്ടിയ ആ ഒരു പ്രഹരം അതൊരല്ലാത്തൊരു പ്രഹരമായിപ്പോയി. കാരണം ഈ കളങ്കാവൽ സിനിമ കണ്ടിട്ട് പോസിറ്റീവ് പറയാത്ത ഒരാളും ഇല്ലായിരുന്നു. കാരണം ആ സിനിമയ്ക്കകത്ത് നമുക്ക് വേറെ ഒന്നുമില്ല പറയാൻ. മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ പെർഫോമൻസ് ആണ് ആ സിനിമ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ മുഹൂർത്തങ്ങളാണ് ആ ഒരു സിനിമ. അല്ലാതെ ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള
ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു മാസ് എലമെൻ്റ് ഉള്ള സിനിമ ഒന്നും അല്ല. പക്ഷെ അത് ഒരു പ്രത്യേക മൂഡ് പിടിച്ച് ഇങ്ങനെ പോകുന്ന ആ ഒരു സിനിമ, അതിൻ്റെ അകത്ത് വിനായകനും മമ്മൂക്കായും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെ നമ്മളിങ്ങനെ വല്ലാതെ ഇങ്ങനെ ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോയിട്ട് ഒരു അതിന് നെഗറ്റീവ് പറഞ്ഞാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രഹരം. എന്തായാലും കിഴി മച്ചാന്മാരുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ലാലേട്ടൻ ഇനി വരാൻ പോകുന്ന ഒരു ക്യാമിയോ റോള് കണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്തം പെട്ടിരിക്കുക ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയിൽ. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ ഇനി 2026 ലാലേട്ടൻ എടുക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. മലയാള സിനിമകൾ നല്ല സിനിമകളാണ്. അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുന്ന സിനിമകളായിട്ട് മാറണം. അല്ലാതെ 100, 200, 300 കോടി ക്ലബ്ബ് തള്ളി വരാതെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഫാൻസുകാരെ തൃപ്തിപ്പെടുത്തുന്ന നല്ല നല്ല ക്യാരക്ടറുമായിട്ട് ഇവർക്കെല്ലാം നമ്മുടെ വെള്ളിത്തിരയിൽ വന്ന് മിന്നിത്തിളങ്ങാൻ അവർക്ക് 2026 വലിയൊരു പ്രചോദനമായി മാറട്ടെ എന്നൊരു ആശംസയാണ്. ഏതായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും